പർവ്വതത്തിലെ ആ രാത്രി. എലീന എന്ന യുവതി മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മഴവള്ളിയുടെ വീട്ടിലേക്ക് കാറിൽ മടങ്ങുകയായിരുന്നു. റോഡ് ഇടുങ്ങിയതും വളവുകളോട് കൂടിയതും ഇരുണ്ടതുമായിരുന്നു. അവളുടെ കാറിന്റെ ഹെഡ്ലൈറ്റുകൾ മാത്രമാണ് മഞ്ഞിനെ കീറികൊണ്ട് മുമ്പോട്ട് വെളിച്ചം വീശിയത്. അവൾ ആ വഴിയുടെ പലതവണ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആ രാത്രി കനത്ത മഴ തുടങ്ങി. അപ്രതീക്ഷിതമായി കാർ വഴുതിപ്പോയി. നനഞ്ഞ റോട്ടിൽ ടയറുകൾ പിടിവിട്ടു. അവളുടെ ഹൃദയം ശക്തമായി അടിച്ചു. കാർ ആഴമുള്ള താഴ്വരയുടെ അരികിലേക്ക് തിരിഞ്ഞു. ഭയത്തിന്റെ ആ നിമിഷത്തിൽ അവൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ദയവായി എന്നെ കാക്കണമേ. കാർ നിർത്തപ്പെട്ട് താഴ്വരയുടെ അരികിൽ നിന്ന് കുറച്ച് ഇഞ്ചുകൾ മാത്രമായിരുന്നു. അവൾ വിറച്ചു, കണ്ണുനീരോട് ഇരുന്നു. അവൾ പതുക്കെ കാർ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട്. എന്നാൽ മുമ്പോട്ട് നീങ്ങാൻ ശ്രമിച്ചപ്പോൾ കാർ നീങ്ങിയില്ല. എഞ്ചിൻ പൂർണ്ണമായും നിലച്ചിരുന്നു. ഇരുട്ടിൽ കുടുങ്ങിയ എലീന ഒറ്റപ്പെട്ടതായി തോന്നി. ഫോണിൽ സിഗ്നൽ ഇല്ല. ഒരു വാഹനവും കടന്നുപോയില്ല. അപ്പോൾ ബാല്യത്തിൽ അമ്മ പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. നീ അപകടത്തിൽ ആയാൽ കർത്താവിനെ വിളിക്കൂ, അവൻ നിന്റെ കാവൽക്കാരനാണ്. അവൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്നെ എല്ലാ ദോഷങ്ങളിൽ നിന്നും കാക്കുമെന്ന് വാഗ്ദാനം ചെയ്തല്ലോ, ഇപ്പോൾ എന്നെ കാത്തുകൊള്ളണമേ. കുറച്ച് നിമിഷങ്ങൾക്കകം മഴയുടെ ശബ്ദത്തിന്റെ ഇടയിൽ കാറിന്റെ ജനൽ തട്ടുന്ന ശബ്ദം കേട്ടു. റെയിൻകോട്ട് ധരിച്ച് ടോർച്ച് കയ്യിൽ പിടിച്ച് ഒരാൾ പുറത്തു നിന്നു. അവൻ ആ രാത്രി മണ്ണിടർച്ചൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന റോഡ് തൊഴിലാളിയായിരുന്നു. അവൻ കാർ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ സഹായിച്ചു. എലീനയെ സുരക്ഷിതമായി മലയിൽ നിന്ന് താഴേക്ക് നയിച്ചു. വീട്ടിൽ എത്തിയപ്പോൾ എലീന തിരിച്ചു നോക്കി കൊടുങ്കാറ്റിനെ ഓർത്തു. അവൾ തിരിച്ചറിഞ്ഞു, കർത്താവ് തന്റെ വാക്കു പാലിച്ചുവെന്ന്. ആ ഒറ്റപ്പറ്റ മലയിൽ അവളെ കാത്തത് ദൈവമാണ്. അവളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും കാക്കുന്നുണ്ടെന്ന്. പാഠം: വഴി ഇടറിയാലും കർത്താവ് തന്നെ കാത്തു സൂക്ഷിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. കൊടുങ്കാറ്റില്ലാത്ത ഒരു ജീവിതം അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നില്ല. എന്നാൽ ആ കൊടുങ്കാറ്റുകളിടയിലും തന്റെ സംരക്ഷണം അവിടുന്ന് ഉറപ്പു നൽകുന്നു. യഹോവ ഒരു ദോഷം തട്ടാതവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും പരിപാലിക്കും. സങ്കീർത്തനങ്ങൾ 121:7-8 വാക്യം.